ഹലോ എവരിവൺ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളൊരു മീഷോ പ്രൊഡക്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജേണൽ കിറ്റാണ്. സ്ക്രാപ്പ് ബുക്കിൻ്റെ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്ന് അൺബോക്സ് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2 വട്ടം ഇത് ഓർഡർ എടുത്തതാണ്. പിന്നെ അത് ക്യാൻസലായി പോയി. അങ്ങനെ ലാസ്റ്റിൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ ഒരു ജേണൽ കിറ്റ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിലുള്ളത്, എങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു കിറ്റിൽ 346 പീസസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന നമ്മളെ ബുക്കാണ്. ബുക്കിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളി ബുക്കാണ്. ഞാൻ പ്രതീക്ഷിച്ച അത്ര വലിപ്പമല്ലെന്നുണ്ടെങ്കിലും സംഭവം ഗ്രിഡ് ലൈൻസും എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ മെമോ പാഡ്സിന്റെ ആ ഒരു സെറ്റാണ്. ഇതിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. പിന്നെ 2 പർപ്പിളും ആണ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമ്മളെ ജേണലിൽ ഒട്ടിക്കാൻ ഇത് നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ജേണലിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു കാർഡ്സ് എന്നല്ല, ഇതിലുള്ള എല്ലാ പ്രൊഡക്ട്സും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിൻ്റെ ഒരു തിക്നെസ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല തിക്കായിട്ടുള്ള കാർഡ്സ് ആണ്. നിങ്ങൾ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ നോക്കാം. അടുത്തതായിട്ട് വരുന്നത് വാഷി ടൈപ്സ് ആണ്. ഒരെണ്ണം പ്ലെയിൻ ആയിട്ടുള്ളതും പിന്നെ മറ്റേത് ഒരു കോഡ്സ് ഒക്കെ വരുന്ന ഗാലക്സി തീമിലുള്ള ഒരു വാഷി ടൈപ്പും ആണ്. ഇപ്പം ഞാനെടുത്ത ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ഈ ജേണൽ കിറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. വേറെ ഒന്നുമല്ല, നമ്മളെ കുഞ്ഞ് സ്റ്റാമ്പ്സ് ആണിത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പ്സ് ആണ്. മാത്രമല്ല നമുക്കിത് ഒരു സ്റ്റിക്കർ പോലെയാണ് വരുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഒട്ടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് കുറച്ച് കാർഡ്സ് ആണ്. ഇത് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒട്ടിക്കാൻ പറ്റിയ അടിപൊളി കാർഡ്സ് ആണ്. ഇതിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള കാർഡ്സ് ഉണ്ട്. മാത്രമല്ല എല്ലാതും ഈ ഒരു പർപ്പിൾ പിങ്ക് തീമിലാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. എല്ലാം വെറൈറ്റി ഉള്ള കാർഡ്സ് ആണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ച ഒരു ഹലോ എന്നുള്ളതുണ്ടല്ലോ, അതൊക്കെ നല്ല പറ്റി. അടുത്തതായിട്ട് ഈ ഒരു ജേണൽ കിറ്റിൽ വരുന്നത് 2 എൻവലപ്സ് ആണ്. 2 ക്യൂട്ടായിട്ടുള്ള അടിപൊളി എൻവലപ്സ് ആണ്. ഇത് നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒട്ടിച്ചിട്ട് ലെറ്ററൊക്കെ എഴുതി നമുക്ക് വെക്കാൻ പറ്റും. ഇനി വരുന്ന ഈ സംഭവം എനിക്ക് എന്താ മനസ്സിലായിട്ടൊന്നുമില്ല. ഐ തിങ്ക് ഇത് സ്റ്റാമ്പ്സ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാർഡ്സ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കീറിയൊക്കെ എടുക്കാൻ പറ്റും. ഫുൾ വെറൈറ്റി ആയിട്ടുള്ളതാണ് വരുന്നത്. 3 എണ്ണം ഒരു സെറ്റ് പോലെ വരുന്നതാണിത്. പിന്നെ നമ്മൾ ഈ ഒരു സെറ്റ് ഒരു 3 തീമിലായതുകൊണ്ട് തന്നെ ഫുൾ ഒരു സ്കൈ അതുപോലെ മൂണൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇനി വരുന്ന ഈ ഒരു ഐറ്റം പാറ്റേൺ പേപ്പേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാറ്റേൺ ഇല്ലാത്ത പാറ്റേൺ പേപ്പേഴ്സ് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാർഡ്സ് എന്തുകൊണ്ടാണ് ഞാൻ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയാൻ കാരണം, ഈ ഒരു വലിപ്പം തന്നെയാണ് നമ്മളെ ജേണലിനുള്ളത്. ഇതിൻ്റെ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇതിലിങ്ങനെ കുറച്ച് കോഡ്സ് ഒക്കെ വരുന്നതും ഉണ്ട്. സ്റ്റാമ്പ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഒന്ന് നോർമൽ ഇംഗ്ലീഷിലുള്ള കോഡ്സും അതുപോലെ ഒരെണ്ണം ഒരു കൊറിയൻ തന്നെയാണ് തോന്നുന്നു, അങ്ങനെ ഏതൊരു ലാംഗ്വേജിലാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ബുള്ളറ്റ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. പല ഷേപ്സിലും ഇത് വരുന്നുണ്ട്. അതുപോലെ 2 എണ്ണം കുറച്ച് ഡിസൈൻസ് ഒക്കെ വരുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്. ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ആണ്. പ്രത്യേകം ഇതിൽ കുറച്ച് വലുപ്പമുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു 3 പാറ്റേൺ പേപ്പേഴ്സും നല്ല തിക്കായിട്ടുള്ളതാണ്. അത് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയുള്ള പാറ്റേൺ പേപ്പേഴ്സ് ആണ് അത് 3 എണ്ണം. ഇതിലും പല ഡിസൈൻസിലും പല പാറ്റേണിലും വരുന്നതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജേണൽ സെറ്റിൽ വരുന്ന ഐറ്റംസ്. പിന്നെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. ഈ ഒരു ജേണൽ സപ്ലൈസിൻ്റെ ഉണ്ടല്ലോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് ഞാനത് ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളിനി നെക്സ്റ്റ് ഗിവ് അവേ ചെയ്യുന്നത് 50,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. അത് ചെറിയൊരു ഗിവ് അവേ അല്ല, അതൊരു ഹ്യൂജ് ഗിവ് അവേ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ കുറേ ആയിട്ട് ഒരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ജസ്മക്ക് ഒരു ബിഗ് ഹായ്. പിന്നെ നമ്മൾ ഈ ഒരു ഗിവ് അവേ കൊടുക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ജേണൽ കിറ്റിൽ ഏത് ഐറ്റമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ടും കൂടെ അറിയിക്കുക. ടാറ്റാ.